ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ച ഒരു കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മോര് കറിയും കാണിക്കാമെന്ന് കേട്ടോ. ഇത് ഞാനിവിടെ ഡെയിലി സ്ഥിരം വെക്കുന്നതാണ്, എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് തോന്നുന്നു മോരും മീനും കഴിച്ചുകൂടാന്നൊക്കെ ഉണ്ട്, വിരുദ്ധാഹാരമാണെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് എനിക്കൊരു ഭയങ്കര ടേസ്റ്റ് തരുന്നൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് മിക്കവാറും ചെയ്യുന്നതാണ്. ഇത് എക്സാക്റ്റ് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ. കാരണം ഇതിനകത്ത് വേണ്ടാത്ത ഒന്നും നമ്മൾ ആഡ് ചെയ്യത്തില്ലേ, തക്കാളിക്കയും ഷാലറ്റ്സും കൊച്ചുള്ളി അങ്ങനെ ഉള്ളതൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഇതൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മളുടെ കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ പൊട്ടിക്കുക. ആദ്യം കടുക് പൊട്ടിക്കുക, അത് കഴിഞ്ഞ് ഉലുവ പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാതെ കട്ട് ചെയ്തിടേണ്ടവർക്ക് കട്ട് ചെയ്തിടാം. ഞാനിവിടെ കട്ട് ചെയ്താണ് ഇടുന്നത് കേട്ടോ. എനിക്കതാണ് ഈ മീൻകറിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം അതാണ്. ഞാൻ ഈ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി ഞാൻ വെക്കാറുണ്ട്, തേങ്ങ അരച്ചൊക്കെ. അതിനകത്ത് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ അരച്ച് ചേർക്കുകയാണ് ചെയ്യാറ്. പിന്നെ അത് അവരുടെ ഇതിനകത്ത് മീൻകറി, ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഇടുന്ന കണ്ടിട്ടുമില്ല. പിന്നെ അപ്പം ഇതിങ്ങനെ ഒന്ന് വാടി വരുമ്പോഴത്തേന് അതിനകത്ത് ഒത്തിരി അങ്ങ് മൊരിച്ചെടുക്കണ്ട ഇഞ്ചി വെളുത്തുള്ളിയും, ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ പേസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അത് ലേശം ഞാനാണിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, ടേബിൾ സ്പൂൺ മുളക് പൊടി, വലിയ സ്പൂണിൽ മുളക് പൊടിയും പിന്നെ ഇച്ചിരി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പൊടി ഇട്ട് എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇടുന്നത് ഒരു കരിഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്, കരിയുന്ന ഒരു വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഇതാകുമ്പം ഞാനത് മിക്സ് ചെയ്ത് ഗ്രേവി പോലെ ആക്കി വെച്ചിട്ട് അതങ്ങ് ഒഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാനത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു. എന്നിട്ട് എണ്ണ തെളിയുന്നിടം വരെ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പത്തിലുണ്ടാക്കാം. പിന്നെ കുടംപുളി ഉണ്ട്, കുടംപുളി വെച്ച് മാത്രമേ ചെയ്യാവൂ കേട്ടോ. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു, അപ്പോൾ ആ വെള്ളത്തോട് അതങ്ങ് ഒഴിച്ചു. ചിലർ കുടംപുളി നല്ല ചൂടാക്കി വെള്ളം ഒഴിക്കും, പുളി ഒഴിക്കാണ്ട്, അങ്ങനെ ചെയ്താലും മതി. ഇത് ഞാൻ ആ പുളിയോടുകൂടി ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, ഞാൻ തിളപ്പിച്ചിട്ടില്ല, ഇട്ട് വെച്ചത്. അതെനിക്ക് ഓക്കെയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം, മീനൊന്ന് മുങ്ങിക്കിടക്കാനും മാത്രമുള്ളൊരു വെള്ളം അളവ്, അതനുസരിച്ച് ഒഴിച്ചാൽ മതി. പണ്ട് ഞാൻ കറി വെക്കുമ്പം കുറേ വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു തരും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അമ്മയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെള്ളം അങ്ങ് ഒഴിക്കും. പക്ഷേ എന്നിട്ട് ഞാനിത് വറ്റിക്കത്തില്ല, എന്നിട്ട് തിളച്ച് വരുന്നിടം വരെ കഴിയുമ്പോഴത്തേനും ആ കറി റെഡി ആയെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഒരു ടേസ്റ്റും കറിക്ക് കാണത്തില്ലായിരുന്നു. പിന്നെ ചെയ്തതിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് പഠിച്ചു. ഇപ്പം ഭയങ്കര ടേസ്റ്റായിട്ട് മീൻകറി വെക്കാൻ അറിയാം. ഇപ്പം നമുക്കൊരു കണക്കുണ്ട്, കണ്ടില്ലേ, അതുപോലെ ചെറിയ നമ്മുടെ അത്രയും മീൻ കിടക്കാനുള്ള വെള്ളം, അതാണ് കണക്ക്. എന്നിട്ട് അത് നന്നായി വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫിഷ് ഇടണം. ഫിഷ് 1 by 1 ആയിട്ട് ഓരോന്നാണ് നമ്മൾ പറക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ഒരു 7 to 10 minutes ഒക്കെ മതി നമുക്ക് മീനൊന്ന് നന്നായി വേവാൻ. തീ കുറച്ചിടുവാണെങ്കിൽ ആ വെള്ളം ചാറൊന്ന് പറ്റി കുറുകിയൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് നാളെ കപ്പ എടുക്കണം എന്ന് മൈൻഡിലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ പറ്റിക്കണ്ട, ജസ്റ്റ് ഒന്ന് മീൻ വെന്ത് ചാറൊന്ന് കുറുകുമ്പോഴത്തേന് എടുക്കാവുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഉലുവയുടെ കുറച്ച് പൊടി, ഒരു പിഞ്ച് ഓഫ് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫിഷ് കറി റെഡിയായി. ഭയങ്കര എളുപ്പം ചെയ്യാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡിയാക്കി. അപ്പോൾ എനിക്ക് മോര് കറി വെക്കാമെന്ന് ഓർത്തു. ഇത് തേങ്ങ ഇല്ലാതെ വെക്കുന്ന മോര് കറിയാണ്. സാധാരണ തേങ്ങ അരച്ചാണല്ലോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്, ഇത് അതല്ല. ഇത് നമ്മൾ മോര് കാച്ചതെന്ന് പറയും. അതും ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എടുക്കുന്നു, ഉലുവ ഇട്ടു, കടുകിട്ടു, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അത് കുറച്ച് ഇച്ചിരിയേറെ അതിടുക. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി മൊരിക്കണ്ട, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മൊരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മൊരിച്ച് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടായി ചുമന്ന പച്ചമണം ഒന്ന് മാറണം, അങ്ങനെ എടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ
കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇടുവാണെങ്കിൽ കുറേ കൂടെ നല്ല കേട്ടോ. പച്ചമുളക് എൻ്റെ ഗാർഡനിൽ നിന്ന് ഞാൻ പറിച്ച പച്ചമുളകാണ്. കറിവേപ്പില പിന്നെ ഇവിടെ അങ്ങനെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. ബട്ട് അത് ഞാൻ ഡപ്പയിലിട്ട് വെക്കുക ചെയ്യാറ്. അപ്പോൾ അത് കുറച്ചൊരു പഴക്കം വരും. പിന്നെ അതിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്തു. കുറച്ച് ഒരു പിഞ്ച് ഓഫ് മറ്റേ മഞ്ഞൾ പൊടിയും ഇച്ചിരി മുളക് പൊടിയും, കളറൊന്ന് വ്യത്യാസം വരാൻ വേണ്ടി ഒരു ഇച്ചിരി മുളക് പൊടിയും, പിന്നെ കുറച്ച് കായപ്പൊടിയും, വളരെ ചെറിയ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ജസ്റ്റ് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മോര് അതിലേക്ക് ഒഴിക്കണം. ഞാനാണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ടെടുത്തതാണ് കേട്ടോ. തൈര് നല്ല ഉടഞ്ഞ് കിടക്കണം, അല്ലാണ്ട് കട്ടി കിടക്കരുത്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി, കാരണം അതിനകത്ത് ഓൾറെഡി ആ പാനിനകത്ത് ചൂട് നിൽക്കുന്ന പാനാണ്. അപ്പോൾ ഞാൻ പിന്നെ തീ ഓഫ് ചെയ്തു, കാരണം അല്ലെങ്കിൽ പിരിഞ്ഞ് പോവുമല്ലോ ചൂട് ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ അന്നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല കട്ടിയായ പോലെ. അപ്പം ഞാൻ പിന്നെ നല്ല കട്ടിയായിട്ട് മോര് കറി വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര കട്ടി പോലെ തോന്നി. പിന്നെ 2-3 ദിവസം ഇരിക്കുമല്ലോ മോരൊക്കെ കാച്ചിയത്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇച്ചിരി വെള്ളം ആ പാത്രത്തിലുണ്ടല്ലോ, മോരിൻ്റെ ആ ഒരു ഇതുള്ള പാത്രത്തിലോട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതൊന്ന് കലക്കി ഞാൻ വീണ്ടും ഒഴിക്കുന്നുണ്ട്. അപ്പം അത്രയും വെള്ളം, ഇച്ചിരി വെള്ളം മതി, ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കല്ലേ. മറ്റേ സംഭാരം പോലെ അങ്ങനെ ആവരുത് മോര്, ഇച്ചിരി കുറുകിയിരിക്കണം. അങ്ങനെ നമ്മൾ തേങ്ങ അരയ്ക്കാത്തതുകൊണ്ട് കുറച്ചൊന്ന് കുറുകിയിരിക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എടുക്കുക. ഇത് നല്ല 2 ഡിഷാണ് കേട്ടോ. നമുക്ക് ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എളുപ്പമാണ് മീൻസ് എടുക്കുന്നതൊക്കെ. അതുപോലെ മീൻ കറിക്കകത്ത് തക്കാളിക്കയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് ഇതൊന്നും മീൻ കറിക്കകത്ത് നമ്മൾ ഇടരുത്. മീൻ കറിയിൽ ഞാൻ കാണിച്ച അത്ര സാധനം, അതാണ് ഓതൻറ്റിക് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി, അങ്ങനെയാണ് വെക്കാറ്. എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പം വേറെ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് വേറെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യില്ല, ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്താന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ അത് അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ കുറുകിയായിട്ട് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മോരുകറി, ഈസി ആയിട്ട് വെക്കുന്ന മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലും ഈസി ആയിട്ട് വെക്കണ ഫിഷ് കറിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അങ്ങനെ എൻ്റെ ലഞ്ച് റെഡിയാണ്. ചോറ്, ഫിഷ് കറി, അതേപോലെ തന്നെ മോരുകറി, പിന്നെ ഇന്നലത്തെ കുറച്ച് തോരൻ ഉണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണ് കുശാലായിരുന്നു. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം.